പെട്ടു. കുറച്ച് ബദാമോ വരെ. ഹലോ, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മറൈൻ അക്വേറിയം കാണിച്ചിരുന്നു, അത് കഴിഞ്ഞിട്ട് സൺസെറ്റും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ കോവളം ബീച്ചിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഇവിടെ നല്ല അത്യാവശ്യം ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് നമ്മൾ സൈഡിൽ വണ്ടിയൊക്കെ ഒതുക്കി വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യണം ഇതിനെല്ലാമായിട്ട്. ട്രിവാൻഡ്രം സെൻട്രൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് ബസ്സും അവൈലബിൾ ആണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഇറങ്ങാം. അപ്പോൾ ഇവിടെ അമ്പലത്തിൽ വീട്ടിൽ ഉഗ്രമൂർത്തി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് കാണാം. അപ്പോൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങുമ്പോൾ രണ്ട് സൈഡിലായിട്ട് നമുക്ക് ഷോപ്പും പിന്നെ ഇളനീരും പിന്നെ അങ്ങനെ ഒരുപാട് കരകൗശല വസ്തുക്കളൊക്കെ വിൽക്കുന്ന കടകളും എല്ലാം നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു സ്റ്റേ ചെയ്യാനായിട്ടൊരു ഹോട്ടലും കാണാനായിട്ട് പറ്റും. അത് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇങ്ങോട്ടേക്ക് ഇറങ്ങി പോകുമ്പോഴുള്ള കാഴ്ചകളെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ കോവളം ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വഴി വന്നിറങ്ങുമ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ കോവളം ബീച്ചിനെ ഇങ്ങനെ കാണാൻ പറ്റും. ഹലോ, ട്രാവൽ ടു എക്സ്പ്ലോർ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കോവളം ബീച്ചാണ് കവർ ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ മറ്റേ അക്വേറിയം കണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് കോവളം ബീച്ചിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ കോവളം ബീച്ചിൻ്റെ കാഴ്ചകൾ എക്സ്പ്ലോർ ചെയ്യാൻ എൻ്റെ ഒരു ഫ്രണ്ട് അഭിനവും കൂടെ ഉണ്ട്. അഭിനവാണ്. ഹൈ. നാടക്കാരനാണ് എല്ലാവരും. എനിക്കത് നോക്കി ബാക്കി കാഴ്ചകളിലേക്ക് പോവാം അല്ലേ? പവറാക്ക്. അതെ, വരും. അപ്പോൾ ഇതാണ് കോവളം ബീച്ച്. അപ്പോൾ നമ്മൾ എത്തിയപ്പോഴത്തേക്കും സൺസെറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സൺസെറ്റിൻ്റെ വീഡിയോ ശരിക്കും നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ, അതായത് മറൈൻ അക്വേറിയം കാണിച്ചപ്പോൾ അതിൻ്റെ ലാസ്റ്റായിട്ട് ഈ സൺസെറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് സൺസെറ്റ് കാണാം. ആ ഭാഗത്തായിട്ടൊക്കെ വരും നമ്മുടെ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ് എന്നൊക്കെ പറയുന്നത്. അങ്ങോട്ടേക്ക് നമ്മൾ പോയിട്ടില്ല. അപ്പോൾ ഇവിടെ നമുക്ക് കടലിലൊക്കെ ഇട്ടൊക്കെ ഇന്ന് ഇറങ്ങിയിട്ട് കാലൊക്കെ ഒന്ന് നനച്ചിട്ട് ബാക്കി നമുക്ക് നോക്കാം. ഓ, പിള്ളേരൊക്കെ നല്ല ശബ്ദം ഉണ്ടാക്കുകയാണ്. അവർക്ക് തിര വരുമ്പോഴേ നല്ല രസമല്ലേ? അയ്യോ, എന്താ പിന്നെ ഞാനീ പോകുന്നത് ഇപ്പോൾ ഞാനിവിടെ എത്തിയത് ന്യൂ ഇയറിൻ്റെ സമയത്താണ്. കൊള്ളാം അല്ലേ? ഇപ്പം ശരിക്കും സൺസെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ദൂരെയായിട്ട് നമ്മുടെ മറ്റേ പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞു കേട്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, ഈ നമ്മുടെ കടലിൽ നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ മൈൻഡ് ന്യൂട്രൽ ആവുമെന്നാണ്. ഹാപ്പിയും അല്ല സാഡും അല്ല, ഒരു ന്യൂട്രൽ സ്റ്റേറ്റിലേക്ക് കടലിനെ നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സെത്തുമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ റിലാക്സ് ആവാനൊക്കെ നമുക്ക് കടൽ തീരങ്ങൾ നോക്കി നിന്നാൽ വളരെ യൂസ്ഫുള്ളാണ്. പിന്നെ നമുക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോൾ കോവളം ബീച്ചിൽ ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് ഷോപ്പുകൾ എല്ലാം ഉണ്ട്. നമ്മുടെ കണ്ണിൽ ഒരു കട പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്കും സൺസെറ്റ് ആയി. അപ്പോൾ നമ്മളൊരു മോമോസ് കഴിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ബാക്കി അപ്പോൾ അത്യാവശ്യം നീറ്റായിട്ടുള്ളൊരു കടയാണെന്ന് തോന്നി. പിന്നെ ഇവിടെ ഫ്രൈഡ് മോമോസും ഉണ്ട്, സ്റ്റീംഡ് മോമോസും ഉണ്ട്. അപ്പോൾ നമ്മൾ ഫ്രൈഡ് മോമോസിനായിട്ട് പറഞ്ഞിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ സൺസെറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് സ്കൈ ഒക്കെ ഒരു വയലറ്റ് കളറിലേക്ക് ആയിട്ടുണ്ട്. വയലറ്റും പിങ്കും അങ്ങ് ഹൊറൈസണിൽ ചക്രവാള സീമയിൽ നല്ല കളേഴ്സൊക്കെ കാണാൻ പറ്റും. എവിടെ ചെന്നാലും കരയുന്നൊരു കുട്ടി കാണും, അത് വേറൊരു കാര്യം. പിന്നെ അത് കരിക്കും ഇളനീരും എല്ലാം എന്താണോ അതെല്ലാം ഉണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ഫ്രൈഡ് മോമോസ് റെഡിയായി വന്നിട്ടുണ്ട്. കഴിച്ചിട്ട് നമ്മൾ അഭിപ്രായം പറയാം കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ സോസും മയണൈസും എല്ലാം എങ്ങനെയുണ്ട്? പിന്നെ ഞാൻ കഴിച്ചിട്ട് എൻ്റെ അഭിപ്രായം. അപ്പോൾ നമ്മുടെ രണ്ടുപേരുടെ അഭിപ്രായത്തിൽ മൊമോസ് കൊള്ളാം. കാരണം നന്നായിട്ട് കുറച്ചൊന്ന് തണുത്തിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. നമ്മൾ വിശന്ന് നിന്നുകൊണ്ട് തന്നെ കിട്ടി ഉടനെ എടുത്ത് കഴിച്ചു ചൂടോടെ. അതിന് വലിയ ടേസ്റ്റ് ആയിട്ട് നമുക്ക് തോന്നിയില്ല. പക്ഷേ ആ സോസ് മയണൈസൊക്കെ ചേർത്ത് കഴിക്കുമ്പോൾ അത് നല്ല ടേസ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ആൾക്കൂട്ടം കണ്ടിട്ട് നിങ്ങൾ പോയി നോക്കുകയാണ്. പോയി നോക്കിയപ്പോഴത്തേക്കാണ് ഇവിടെ ഒരുപാട് ഫിഷ് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മേടിച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതിൻ്റെ അകത്ത് വെച്ചിട്ട് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്ന പരിപാടിയാണെന്ന് തോന്നുന്നു. പിന്നെ ഒരുപാട് ഇങ്ങനെ നമ്മുടെ കടലിൽ നിന്ന് കിട്ടുന്ന സംഭവങ്ങളൊക്കെ കണ്ടും പിന്നെ നാച്ചുറൽ സ്റ്റോൺ എന്നൊക്കെ പറയുന്നതുകൊണ്ടും ഒക്കെ ഒരുപാട് നിർമ്മിച്ച ഒരുപാട് കരകൗശല വസ്തുക്കളുണ്ട്. ഇതൊക്കെ എന്താ പറയുക, വിദേശികളെ ഉന്നം വെച്ചിട്ടാണ്. പിന്നെ അല്ലറ ചില്ലറ എല്ലാം സംഭവങ്ങൾ കിട്ടുന്ന കടയും പിന്നെ ഇവിടെ വീണ്ടും ഫിഷ് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. അതായത് ഫിഷ് ഇവിടുന്ന് വാങ്ങിയിട്ട് അകത്ത് കൊടുത്ത് കുക്ക് ചെയ്ത് അങ്ങനെയാണ് സംഭവം തോന്നുന്നു. അപ്പോൾ നിങ്ങൾ അതൊക്കെ കണ്ടിങ്ങനെ നടക്കുകയാണ്. പിന്നെ അപ്പോൾ ഇവിടെ ഒരു ടാറ്റു സ്റ്റുഡിയോ ഉണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ രാത്രി കാഴ്ചകളെന്ന് പറയുന്നത്. അതായത് നൈറ്റ് ലൈഫ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നൈറ്റ് ലൈഫ് ഉണ്ടോ ഇവിടെ കോവളത്ത്? അറിയില്ല. നല്ല മണിയായിരുന്നു. നൈറ്റ് ലൈഫ് അല്ല, എന്താ പറയുക, നമുക്ക് ഈവനിങ് ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ. പിന്നെ ഇവിടെ ഒരുപാട് ശംഖ്, ചിപ്പി തുടങ്ങി ആ സംഭവങ്ങളൊക്കെ വെച്ചുണ്ടാക്കിയ കട. പിന്നെ ഒരുപാട് ഡ്രസ്സസിൻ്റെ കടയുണ്ട്.
പിന്നെ ഹലോ പിന്നെ അവിടെ ആന, എൻ്റെ കൂടെ വന്ന അഭിനവ് വലിയൊരു ആനപ്രേമിയാണ്. നമ്മളെ കഴിഞ്ഞ ആനയുടെ വീഡിയോയില് അഭിനവാണ് എല്ലാം പറഞ്ഞു തന്നത്. അഭിനവും പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് വേദാന്ത് എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂരുള്ള. പക്ഷെ മെയിനായിട്ട് അഭിനവാണ് പറഞ്ഞു തന്നത്. ഇവിടെ മുഖം ഒന്ന് കാണിച്ചേടാ. കാശ്മീർ എനിക്കൊന്ന് ഇനി ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട് ഇനി കാശ്മീരിൽ നിന്നുള്ള ആൾക്കാരൊക്കെ അല്ലെങ്കിൽ ഇവിടെ നിന്നുള്ള ആരെങ്കിലും ആയിരിക്കും ചിലപ്പോൾ ഇവിടെ കാശ്മീരിൽ നിന്ന് സംഭവങ്ങളൊക്കെ ഇറക്കുമതി ചെയ്തിട്ട് ഇവിടെ കച്ചവടം ചെയ്യുന്നതെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഒരുപാട് പെൻഡൻസ് ഒക്കെ കിട്ടും ഇവിടെ വാങ്ങിക്കാനായിട്ട്. നല്ലൊരു ഭംഗിയല്ല, പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു വൈബാണ് കേട്ടോ. ഇവിടെ വേറൊരു ആനയുണ്ട്, ഇത് കൊള്ളാം അല്ലേ. ഈ മുഗൾ എംപയറിൻ്റെ ഒക്കെ പോലത്തെ ഒരു ചിത്രപ്പണിയല്ല, ഡ്രോയിങ്സ് ഒക്കെ ഉള്ള ഒരു ആന. അത് കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. പിന്നെ ഒരുപാട് മോതിരം, വള തുടങ്ങി കല്ല്, ഇതൊക്കെ എനിക്ക് തോന്നുന്നു നാച്ചുറൽ സ്റ്റോൺ ആണ്. നമ്മുടെ ഈ പോസിറ്റീവ് എനർജിക്കായിട്ടൊക്കെ യൂസ് ചെയ്യില്ലേ, അതാണെന്ന് തോന്നുന്നു. പിന്നെ ധാന്യ ആർട്സ് എന്ന് പറഞ്ഞിട്ട് വേറൊരു കടയുണ്ട്. അവിടെ ഒരുപാട് ശില്പങ്ങളുടെയൊക്കെ ചെറിയ ഫോംസ് വെച്ചിട്ടുണ്ട്. നല്ല ഗണപതിയും ശ്രീബുദ്ധൻ ഉറങ്ങുന്നതും പിന്നെ സിംഹവും പിന്നെ ഒരുപാട് മറ്റേ മാന്ത്രികവടിയും എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ബീച്ച് റെസ്റ്റോറൻ്റ് ആണ് ഇവിടെ കൂടുതലും ഉള്ളത്. അതായത് ബീച്ച് ഫ്രണ്ട് ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് ബീച്ച് കാണാം, അതിലൂടെ ഫുഡ് കഴിക്കാം. പക്ഷേ ഇവിടെ നമ്മുടെ ഇന്ത്യൻസ് ഒന്നും നമ്മുടെ ഇവിടെ പ്രാദേശികവാസികൾ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഉള്ളവരൊന്നും കയറുന്നതും ഇരിക്കുന്നതും അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. എല്ലാം വിദേശികൾ ഉദ്ദേശിച്ചിട്ടാണ്. കാരണം നമുക്ക് പിന്നെ ഇവിടെ ഇരുന്ന് പ്രത്യേകിച്ച് കാണേണ്ട ആവശ്യമില്ല, നമുക്ക് ഇവിടെ വണ്ടി പിടിച്ച് വന്നാൽ നമുക്ക് കാണാമല്ലോ, ഒരു വിദേശത്ത് നിന്ന് വരുന്നത്, അതുകൊണ്ടായിരിക്കും. പിന്നെ ഒരുപാട് നല്ല ഭംഗിയുള്ള ഷോളൊക്കെ ഉണ്ട് കേട്ടോ. നേരത്തെ നമ്മൾ സംഭവമല്ലേ ചൈനീസ് മറ്റേ ഈ നാക്കിങ്ങനെ പൊന്തി പറഞ്ഞ അതായത് നമ്മൾ അടിത്തട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ഇതിന് ഈ കൊണ്ടുവന്ന പ്രഷറില് വരുമ്പോഴത്തേക്കാണ് നാക്കിങ്ങനെ വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, അഭിനവ് പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ അടിത്തട്ടിൽ നിന്ന് വലയിട്ട് പിടിച്ചിട്ട് ഒറ്റയടിക്ക് മുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ പ്രഷർ വ്യത്യാസം കൊണ്ടാണ് ഈ മീനിൻ്റെയൊക്കെ നാക്ക് ഇങ്ങനെ തള്ളിയിരിക്കുന്നതെന്നാണ് അഭിനവ് പറയുന്നത്. അവനെന്തോ പഠിക്കാനുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ ഒരുപാട് നമ്മുടെ മറ്റേ ജാപ്പനീസ് സിനിമയിലൊക്കെ കാണില്ലേ, ഷൗളിംഗ് ടെമ്പിളിലൊക്കെ ഇങ്ങനെ വെച്ച് തട്ടുന്ന ബെല്ല് പോലത്തെ സംഭവം, അതൊക്കെ കാണാൻ പറ്റും. പിന്നെ ഒരുപാട് പെയിന്റിങ്സും പല സ്ഥലത്തുള്ള എന്താ പറയുക സംസ്കാരത്തിൻ്റെ ഒരു സംഗമ വേദിയാണ് നമുക്ക് കോവളം എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ലൈറ്റ് ഹൗസ്. ഈ ലൈറ്റ് ഹൗസിന് അടുത്തായിട്ടാണ് നമ്മൾ നേരത്തെ കണ്ട മറ്റേ സാഗരിക മറൈൻ അക്വേറിയം എന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, ന്യൂ ഇയറിനും 2 ദിവസം മുമ്പാണ് ഞാനിത് വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തിരക്ക് ഇവിടെ ഉണ്ട്. പിന്നെ മാന്ത്രികവടി പോലത്തെ സാധനങ്ങൾ, അങ്ങനത്തെ പലതരത്തിലുള്ള വെറൈറ്റി സാധനങ്ങളും ഡ്രസ്സും ഇതെല്ലാം കിട്ടും. പക്ഷേ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടല്ലോ, എന്നാലും നമുക്ക് കണ്ടു നടക്കാമല്ലോ, അതിന് പിന്നെ പ്രത്യേകിച്ച് ചിലവില്ലല്ലോ. ടിബറ്റൻ ബസാർ, അത് കൊള്ളാം. ടിബറ്റിലെ സംഭവങ്ങളൊക്കെ ഒരു ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു ഷോപ്പാണെന്ന് തോന്നുന്നു. പക്ഷെ ഇതെല്ലാം സംഭവങ്ങൾ ചെയ്യുമ്പോഴാണല്ലോ എനിക്കൊന്ന് ഡ്രസ്സൊക്കെയാണ് ടിബറ്റൻ സ്റ്റൈലിലെന്ന് തോന്നുന്നു. കൊള്ളാം അല്ലേ, നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം. കൊള്ളാം, ഓക്കെ. ഇപ്പോൾ വീഡിയോ നിൽക്കുന്നതിന് ഇവിടെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ. പിന്നെ നാട്ടിൽ ഉറങ്ങുന്ന ബുദ്ധൻ കണ്ടിട്ടുണ്ടോ? ഉറങ്ങുന്ന ശ്രീബുദ്ധനെ ഞാൻ ഇങ്ങനത്തെ ഒരു പ്രതിമ ആദ്യമായിട്ടാണ് കാണുന്നത്. ഉറങ്ങുന്ന ശ്രീബുദ്ധൻ. നിങ്ങൾ ഈ സംഭവം, ഈ ഒരു പ്രതിമ നിങ്ങൾ വേറെ എവിടെയും കണ്ടിട്ടുണ്ടോ? സിനിമയിലല്ലേ? അതെവിടെ മീനൊക്കെ വെള്ളം ഒഴിച്ചൊക്കെ ഇങ്ങനെ നിർത്തി റെഡിയാക്കി വെക്കുന്നുണ്ട്. ചത്ത മീൻ എന്തിനാണ് വെള്ളം? എന്തിനാണ് നിങ്ങൾക്ക് അറിയാമോ ഈ ചത്ത മീൻ ഇങ്ങനെ വെള്ളം ഒഴിച്ച് വെക്കുന്നത്? ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇങ്ങനെ കാഴ്ചകൾ നടക്കുകയാണ്. പിന്നെ ഇവിടെ അതാത് ഹോട്ടൽസിലൊക്കെ അതിന്റെ സ്പെഷ്യൽ ഡിഷസ് ഒക്കെ എഴുതി വെച്ചേക്കും. ലേക്ക് ഫ്രണ്ട് ആയിട്ടുള്ള സീ ഫ്രണ്ട് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സ് ആണ് എല്ലാം. ഇത് ഞാൻ കേരളത്തിന്റെ നമ്മുടെ തനത് സുവനീഴ്സ് കാണിച്ചു തരാം കേട്ടോ. എന്താ നോക്കിയോ, എല്ലാം സുവനീഴ്സ് ആണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം എന്താ പറയാ, നമ്മുടെ വിദേശികളെ ഉദ്ദേശിച്ച് മാത്രമാണ്. കഥകളിയും ക്ഷേത്രവും 100 രൂപ എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മുടെ സദ്യയും വള്ളവും കഥകളിയും നെറ്റിപ്പട്ടവും ഓട്ടോയും കേരളത്തിന്റെ സ്വന്തം ഓട്ടോസും എല്ലാം ഉണ്ട്. എന്ത് തനത് വീഡിയോ റെക്കോർഡിംഗ് അല്ലേ? കുറച്ച് ബദാമവരെ കണ്ടപ്പോഴാണ് നമ്മളെ അഭിനവൊന്ന് എനർജറ്റിക് ആയത്. ആ മുഖത്തെ സന്തോഷം കണ്ടില്ലേ? എന്താ ചെയ്യ. അപ്പോൾ ബീച്ച് രാത്രി കഴിച്ചിട്ടുണ്ട്. ഇവിടെ പല ബീച്ചിന് പല നെയിംസ് ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ നമ്മുടെ ജുമാൻജിയിലൊക്കെ കാണുന്ന ബുക്ക് പോലത്തെ
അകത്ത് പ്ലെയിൻ പേപ്പറാണ്, വലിയ ക്വാളിറ്റിയുള്ള പേപ്പറല്ല, പക്ഷെ കാണാൻ പുറത്ത് വരെ കവർ നല്ല ഭംഗിയുണ്ട്. നമുക്ക് പടം വരയ്ക്കുന്നവർക്കൊക്കെ അതൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ഡ്രസ്സൊക്കെ നല്ല ഒരു രക്ഷയില്ല കേട്ടോ, നല്ല ഭംഗിയുള്ള ഡ്രസ്സും ഈ സംഭവങ്ങളെല്ലാം ആണ്, ആക്സസറീസും എല്ലാം കിട്ടുന്നതാണ്. എനിക്ക് പ്രത്യേകിച്ച് നേരത്തെ കണ്ട ചില്ലി റെഡിൽ എനിക്ക് അതേപോലത്തെ ഒരു ഷർട്ട് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ വിചാരിച്ചു പോകുമായിരുന്നു. നോക്കിയാണ് എനിക്ക് കിട്ടുന്നില്ല. എവിടെയെങ്കിലും വെച്ച് കിട്ടും. ഗിറ്റാർ വായിക്കുന്ന ആൾക്കാർ ഹായ് ഓക്കെ അങ്ങനെ ഓക്കെ, അവരൊക്കെ നല്ല സപ്പോർട്ടീവാണ് കേട്ടോ. ഈ വിദേശികളൊക്കെ ഇങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് ക്യാമറയൊക്കെ പിടിച്ച് പോകുമ്പോൾ ഇന്ത്യൻസൊക്കെ ഇങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ അവരൊക്കെ ആണെങ്കിൽ മറ്റേത് കൈ കാണിക്കുകയോ ചിരിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് തംസപ്പ് തരുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇതാണ് ശരിക്കും കോവളം ബീച്ചിൻ്റെ ഇതിൻ്റെ ശരിക്കും ഈ ബീച്ചിനെ പറയുന്ന നമ്മുടെ ലൈറ്റ് ഹൗസ് ബീച്ച് എന്നാണ്. ആ ബീച്ചിൻ്റെ ഇങ്ങനെ പോലെ നമ്മുടെ ഗോവയുടെയൊക്കെ ഔട്ട്ലൈൻ കാണിക്കില്ല, അതേപോലെ ഇത്രയുമാണ് നമ്മുടെ കോവളത്തെ ലൈറ്റ് ഹൗസ് ബീച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ വീണ്ടും കാശ്മീർ എക്സോട്ടിക് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പുണ്ട്. ഞാനിങ്ങനെ ഷോളും പാഷ്മിന ഷോളൊക്കെ ഇവിടെ കിട്ടുമോ എനിക്കറിയില്ല, ചിലപ്പോൾ കിട്ടുമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവരൊക്കെ ഇവിടെ വന്ന് വാങ്ങാം. നല്ല ഡിഫറെൻറ്റ് സ്റ്റൈലാണ്. അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് വരെ ഇവിടെ കിട്ടും. നേരത്തെ മാന്ത്രികോടി കണ്ടു, ഇപ്പോൾ അത്ഭുത വിളക്കും കണ്ടു. ചിരിടാ ചിരിക്കട കിട്ടാൻ. പിന്നെ ഇരുട്ടത്ത് നോക്കിയപ്പോൾ കോവളം ബീച്ചിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ മഹാത്മാഗാന്ധിയുടെ ഒരു പ്രതിമയും ഇവിടെ നിൽപ്പുണ്ട്. അതാ ഇവിടെ ഒരു ആൾക്കൂട്ടം കണ്ടു നിന്ന് നോക്കിയപ്പോൾ അതും കേരളത്തിൻ്റെ സ്വന്തം സുവനീഴ്സ് ആണ്. അപ്പോൾ ഇവിടെ കോവളത്ത് വന്നു അല്ലെങ്കിൽ കേരളത്തിൽ വന്നു എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി നമ്മുടെ എന്താ പറയുക നമ്മുടെ ഷോക്കേസിലോ വാൾസിലോ ഒക്കെ കൊണ്ട് ഒട്ടിച്ചു വയ്ക്കാം. അവിടെ നമ്മളിങ്ങനെ വന്നിട്ട് ഇങ്ങനെ അങ്ങനെ പോവുകയാണ് സ്ട്രെയിറ്റ്. ഇങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ കോവളത്തിൻ്റെ കാഴ്ചകളൊക്കെ. അച്ചടി ഭാഷയാണ്, അച്ചടി ഭാഷ. പക്ഷെ കേരളം കൊള്ളാം കേട്ടോ, കേരളം. പക്ഷെ കോവളം കൊള്ളാം കേട്ടോ, കാരണം നമ്മൾ വേറൊരു രാജ്യത്ത് ഒരു ഫീലുണ്ട്. ഇവിടെ ഒരുപാട് ഷോളിൻ്റെയൊക്കെ ഒരുപാട് വെറൈറ്റീസ് കാണാൻ പറ്റും. ഇതെന്താ മനസ്സിലായോ? ഇലുമിനാറ്റി. പിന്നെ അങ്ങനെ നടന്നെത്തിയപ്പോഴത്തേക്ക് ലൈറ്റ് ഹൗസ് എത്തിയിട്ടുണ്ട്. ഇതാണ് വിഴിഞ്ഞം ലൈറ്റ് ഹൗസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കത്തുന്നുണ്ടോ? ആ കത്തുന്നില്ല, അത് നമ്മുടെ വിഴിഞ്ഞം പോർട്ടാണ്. വിഴിഞ്ഞം പോർട്ടിൽ രാത്രി ഫുള്ള് ലൈറ്റപ്പായിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. വീണ്ടും പറ്റും. നമ്മൾ കറങ്ങി തിരിഞ്ഞ് നമ്മൾ ആദ്യം വന്ന മറൈൻ എക്വേറിയത്തിൻ്റെ അവിടെ വന്നിട്ടുണ്ട്. ഇനി റോഡ് വഴി പോകണമെങ്കിൽ ഏകദേശം 3.5 കിലോമീറ്ററാണ് തിരിച്ചു പോകാം. നമ്മുടെ സക്സസ്ഫുള്ളായി വഴിതെറ്റിച്ച അഭിനന്ദനങ്ങൾ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്താണെന്ന് അറിയാനായിട്ട് ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ നടന്നു നോക്കിയത്. അപ്പോൾ നമ്മൾ നടന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ആ ബീച്ചിൻ്റെ ഇങ്ങോട്ടം വരെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ബീച്ചിലൂടെ മറൈൻ എക്വേറിയത്തിലെത്താം. അപ്പോൾ എങ്ങനെയാണോ നിങ്ങളുടെ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ വിഴിഞ്ഞം ഫ്രൈ എന്ന് പറയുന്ന ഒരു ഡിഷിനെ ഫേമസ് ആക്കിയ നമ്മുടെ സ്വന്തം വിഴിഞ്ഞത്തെ അഫ്സൽ ഹോട്ടലിലേക്കാണ്. ഞാനിതുവരെ പോയിട്ടില്ല, അപ്പോൾ ഇവൻ എന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ അഫ്സൽ ഹോട്ടലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ശരിക്കും വിഴിഞ്ഞൻ ചിക്കൻ ഫ്രൈയുടെ ഉത്ഭവം എന്നാണ് ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടിട്ടുള്ളത്. നല്ല തിരക്കാണെന്ന് കേട്ടിട്ടുണ്ട്. അതെ, പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിൽ തിരക്കുണ്ട്. ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ നമുക്ക് പുറത്ത് നിന്നാൽ തന്നെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത്യാവശ്യം നേരം ഞങ്ങൾ അങ്ങനെ ക്യൂ ഒക്കെ നിന്നതിന് ശേഷം ഞങ്ങളുടെ സീറ്റ് പിടിച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് സീറ്റ് കിട്ടിയപ്പോൾ ഞങ്ങൾ എന്താ പറയുക ചെന്നിരുന്നിട്ട് ഫുഡ് കഴിക്കാനുള്ള പ്ലാനിലാണ് ഇപ്പോൾ. ഇവിടെ ശരിക്കും കോയിൻ പൊറോട്ടയാണ് കേട്ടോ. ചെറിയ കോയിൻ പൊറോട്ടയും വിഴിഞ്ഞൻ ചിക്കൻ ഫ്രൈയും ആണ് ഇവിടുത്തെ ഫേമസ് എന്ന് പറയുന്നത്. താലോലിച്ചത് കമോൺ. നമ്മുടെ അഭിനവ് എന്താണെന്ന് കഴിച്ചിട്ട് ടേസ്റ്റ് പറയുന്നത് നോക്കിയപ്പോൾ അവൻ സ്ലോ മോഷനാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കഴിച്ചിട്ട് ബാക്കി ഞാൻ അഭിപ്രായം പറയാം. ഓക്കെ, കൊള്ളാം കേട്ടോ. നല്ല സ്മെല്ലൊക്കെ നല്ല സ്മെല്ലുണ്ട് നല്ല രീതിയിൽ. ഞങ്ങൾ നിന്നപ്പോഴേ ഒരുപാട് ആൾക്കാർ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ക്യാമറയിൽ നോക്കുമ്പോൾ വലത് കൈ ഇടത് കൈയായിട്ട് തോന്നുന്നതാണ്, പക്ഷെ ഞാൻ വലത് കൈയായിട്ടാണ് കഴിക്കുന്നത് കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. ആ കാണുന്നില്ലേ, അത് പിന്നെ ഞങ്ങൾ മേടിച്ച ബോൾ ഗ്രേപ്സ് ആണ്. ബോൾ ഗ്രേപ്സ് ഇവിടുത്തെ വാങ്ങിച്ചത് എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ടു. ചിക്കൻ കൊള്ളാം, പക്ഷേ ഒരുപാട് എരിവുള്ളവർക്ക് ഇഷ്ടപ്പെടില്ല. നല്ല എരിവായിരുന്നു, പക്ഷേ കൊള്ളാം. ഒരുവിധം ആവറേജാണ്, ഭയങ്കര ഹൈപ്പിനനുസരിച്ചൊന്നുമില്ല. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ ബൈ. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം.